2 സവോള ഇത് ഇത്ര ഇട്ട് ഞാൻ വാട്ടി വെച്ച് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒരു തക്കാളി ഇത് ഇത്ര എണ്ണ ഇട്ട് വാട്ടിയതാണ്. ഇതൊന്നും ഇനി ഒരു വേണം വാട്ടിട്ടോ. മത്തി കറി മല്ലിപ്പൊടി 1.5 സ്പൂണ് മുളക് പൊടി. ഇത് ഇത്ര ഇടുന്നതെന്ന് പറഞ്ഞാൽ മുളക് നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതിലൊരു മഞ്ഞൾപ്പൊടി, ഉപ്പ്. വേണ്ട കുടംപുളിയാണ് ഇതിൽ ചേർക്കുന്നത്. കുടംപുളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. ഇത് ഇത്രയും ചേർത്ത് അവരവരുടെ ഇഷ്ടത്തിനുള്ള പുളികൾ അവരവർക്ക് ചേർക്കാം. എല്ലാം കൂടെ പറ്റിയില്ല ഇത് ചേർത്തത്. ഇത് ഇത്രയും ചേർത്ത് ഇത് മത്തി കറി വയ്ക്കാനാണ്. ഇതിങ്ങനെ വെച്ചൊരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. മത്തി എപ്പോഴും നമ്മൾ മുളകും അതും ഇതൊക്കെ അല്ലേ വെക്കുന്നത്, തേങ്ങ അരച്ച് വെക്കാം. അങ്ങനെ കാണിച്ചത് കറി വെച്ചു. അങ്ങനെ ഒന്ന് കറി ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പുളിയൊക്കെ പിടിച്ചു പോകും. ഇത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. റെഡിയായി മത്തിക്കറി. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക.